ഇന്ത്യൻ സിനിമയിലെ രണ്ട് സമാനതകളില്ലാത്ത പ്രതിഭകൾ മേഘ്ന ഗുൽസാർ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ ഒരുമിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രം പിറക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരനും കരീന കപൂർ ഖാനും ആദ്യമായി ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്ന പുതിയ ബോളിവുഡ് ചിത്രം ഡയറയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന സെപ്റ്റംബർ 18-ന് ആഗോളതലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ചിത്രം കേവലം ഒരു തെന്നിന്ത്യൻ താരം ബോളിവുഡിൽ അഭിനയിക്കുന്നു എന്ന ഹൈപ്പിനപ്പുറം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ വലിയൊരു വിപണി മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജംഗ്ലി പിക്ചേഴ്സും പെൻ സ്റ്റുഡിയോസും കൈകോർക്കുന്ന ഈ ചിത്രത്തിൽ ഇരുവരും കണിശക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷങ്ങളിലാണ് എത്തുന്നതെന്ന് ഇതിനോടകം തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. പുറത്തു വന്ന ഇവരുടെ ഫസ്റ്റ് ലുക്ക് ചിത്രങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജേണറിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ഗൗരവമേറിയ ഒരു മൂഡ് തന്നെയാണ് സമ്മാനിക്കുന്നത്. ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിന്റെ അണിയറയിലെ ശക്തമായ തിരക്കഥയും മേക്കിംഗ് ക്രാഫ്റ്റും തന്നെയാണ്. രാസി, തൽവാർ തുടങ്ങിയ മികച്ച റിയലിസ്റ്റിക് ത്രില്ലറുകളിലൂടെ ഇന്ത്യൻ സിനിമയെ അത്ഭുതപ്പെടുത്തിയ മേഘ്ന ഗുൽസാറും ജംഗ്ലി പിക്ചേഴ്സും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. യാഷ് കെസ്വാനി, സീമ അഗർവാൾ എന്നിവർക്കൊപ്പം മേഘ്ന ഗുൽസാർ കൂടി ചേർന്നാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. റിലീസിന് മുന്നോടിയായി പുറത്തുവന്ന പ്രത്യേക ബിഹൈൻഡ് ദി സീൻസ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അനാവശ്യമായ ബോളിവുഡ് മസാലകൾ പൂർണ്ണമായും ഒഴിവാക്കി കുറ്റകൃത്യം, നീതി, ശിക്ഷ എന്നീ ഗൗരവമേറിയ വിഷയങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയി സമീപിക്കാനാണ് സംവിധായക ശ്രമിച്ചിരിക്കുന്നതെന്നാണ്. സിനിമയുടെ വിപണി സാധ്യതകൾ പരിശോധിച്ചാൽ ഉത്തരേന്ത്യൻ ബോക്സ് ഓഫീസിൽ കരീന കപൂറിന്റെ താരമൂല്യവും ദക്ഷിണേന്ത്യയിൽ പൃഥ്വിരാജിന്റെ പാൻ ഇന്ത്യൻ അപ്പീലും ഒരുമിച്ച് ചേരുന്നത് പാൻ ഇന്ത്യൻ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ചിത്രത്തെ സഹായിക്കും. മലയാള സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഡയറ എന്ന ചിത്രം വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെയും സംവിധായകന്റെയും ക്രാഫ്റ്റ് ഇന്ന് പ്രാദേശിക അതിർവരമ്പുകൾ ഭേദിച്ച് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഒരു മലയാള നടൻ ബോളിവുഡിന്റെ എ ക്ലാസ് പ്രൊഡക്ഷൻ ബാനറുകളിൽ തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തുമ്പോൾ അത് ഭാവിയിൽ മറ്റു മലയാളം താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും വലിയ അവസരങ്ങൾ തുറന്നു നൽകും. കൂടാതെ പാൻ ഇന്ത്യൻ റിലീസുകളുടെ വിതരണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മലയാള സിനിമയുടെ മാർക്കറ്റ് വാല്യൂ മറ്റു ഭാഷാ പ്രേക്ഷകർക്കിടയിൽ ഉയർത്തുവാനും ഇത്തരം കൊളാബറേഷനുകൾക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലറിലൂടെ മാത്രമേ ചിത്രത്തിന്റെ കൂടുതൽ ബിസിനസ് സാധ്യതകൾ പ്രവചിക്കാൻ സാധിക്കൂ എങ്കിലും നിലവിലെ ഇൻഡസ്ട്രി ട്രെൻഡുകൾ പ്രകാരം ഇതൊരു മികച്ച ലാൻഡ്മാർക്ക് പ്രൊജക്ട് ആകാനാണ് സാധ്യത. ഒരു സിനിമാ നിരൂപകന്റെ വീക്ഷണത്തിൽ കേവലമായ സ്റ്റാർ വാല്യൂവിനേക്കാൾ ഈ ചിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്രമേയ പരിസരമാണ്. നിയമവും നീതിയും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്ന സങ്കീർണമായ ഒരു കഥാ പരിസരമാണ് ഡയറ കൈകാര്യം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബോളിവുഡിൽ പലപ്പോഴും കാണാറുള്ള ലൗഡായ പോലീസ് സിനിമകളിൽ നിന്ന് മാറി കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾക്കും ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിലിംഗിനും പ്രാധാന്യം നൽകുന്ന തൽവാർ മോഡൽ റിയലിസ്റ്റിക് സമീപനമായിരിക്കും മേഘ്ന ഗുൽസാർ ഇവിടെയും സ്വീകരിക്കുക. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകടനത്തിലുള്ള സ്കോപ്പ് ഈ തിരക്കഥയിലുണ്ടെന്ന് ഇൻഡസ്ട്രി ടോക്ക്. കേവലം ഉപരിപ്ലവമായ സിനിമാ വാർത്തകൾക്ക് അപ്പുറം ഇത്തരം വലിയ പ്രോജക്റ്റുകളുടെ അണിയറ വിശേഷങ്ങളും അതിന്റെ പിന്നിലെ കഠിനാധ്വാനവും കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ബിസിനസ് ഘടനയെയും കഥ പറച്ചിൽ രീതികളെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇത്തരം വലിയ പ്രൊജക്റ്റുകളെ കൃത്യമായി വിശകലനം ചെയ്യുക എന്നത് ഏതൊരു യഥാർത്ഥ സിനിമാ പ്രേമിയുടെയും ഉത്തരവാദിത്വമാണ്. ഒരു നടനെന്ന നിലയിൽ പൃഥ്വിരാജിന്റെ ഈ ബോളിവുഡ് ചുവടുവയ്പ് മലയാള സിനിമയ്ക്ക് നൽകുന്ന മൈലേജ് എത്രത്തോളമായിരിക്കും? ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ബോക്സ് ഓഫീസ് പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചർച്ച നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ സജീവമാക്കുക.